അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആരതി. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ഷീബാറാണി. ഞങ്ങൾ 2024 മെയ് 28 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇത് ഞങ്ങളുടെ 4ാമത്തെ പുതുക്കലാണ്. ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് കിട്ടിയ കൃപാസന പത്രം വഴിയാണ് അമ്മ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ആദ്യം അതിൽ വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല. ഞങ്ങളാരും അങ്ങനെ വലിയ ശ്രദ്ധ കൊടുത്തില്ല. പക്ഷേ അമ്മ യൂട്യൂബ് വഴി അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം കേട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് കൃപാസന വിശ്വാസിയായ ഒരാൾ വീട്ടിൽ വരികയും അവർക്ക് ലഭിച്ച ജീവിത അനുഭവങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരികയും കുടുംബത്തിലെ 4 പേരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. കൃത്യമായി ഉടമ്പടി പുതുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഞാൻ CAക്ക് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഇൻ്റർമീഡിയറ്റ് എക്സാം കഴിഞ്ഞ് 2 വർഷമായിട്ട് ഫൈനലിന് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു സബ്ജക്റ്റ് പോലും പാസ്സാകാത്ത അവസ്ഥയായിരുന്നു. ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം എഴുതിയ 2 ഓൺലൈൻ മൊഡ്യൂളുകൾ നല്ല മാർക്കോടുകൂടി പാസ്സായി. ഞാൻ പോകുന്ന വഴിയിലെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് പോകുന്നത്. തിരിച്ച് വരുമ്പോൾ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് വരാൻ കഴിയണേന്ന് പ്രാർത്ഥിച്ചാണ് എക്സാമിന് പോകാറ്. അതിനുശേഷം നവംബറിൽ നടന്ന ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ എക്സാമിന് ഞാൻ ഹോൾ ടിക്കറ്റ് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ ജോസഫ് അച്ഛനെ കാണാൻ വന്നു. അപ്പോൾ അച്ഛൻ അത്യാവശ്യമായിട്ട് പുറത്തു പോയി. എനിക്കാകെ വിഷമമായി. ഞാനിവിടെ കരഞ്ഞ് ഇവിടെ അൾത്താരയിൽ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജോസഫ് അച്ഛൻ വരികയും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഹോൾ ടിക്കറ്റ് തരികയും ചെയ്തു. ആ എക്സാമിനും ഞാൻ നല്ല മാർക്കോടുകൂടി പാസ്സായി. പിന്നീട് എനിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു. എക്സ്പീരിയൻസും കുറവായിരുന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി ജോലിയുടെ കാര്യം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അമ്മയോട് എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കും നല്ലൊരു ജോലി തരണേന്ന്. പിന്നീട് നല്ലൊരു ജോലി ഓഫർ ലഭിക്കുകയും ചെയ്തു. അമ്മയുടെ അനുഗ്രഹത്താലാണ് ഓരോ ദിവസവും ഞാനിപ്പോൾ ഓഫീസിലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ്. CAയുടെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ എക്സാമിന് ഞാൻ അധികം പ്രിപ്പയർ ചെയ്തിരുന്നില്ല. അത് ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നതായിരുന്നു. അപ്പോൾ എങ്ങനെ പഠിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഓരോ സബ്ജക്റ്റും അമ്മയുടെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് ഇതെങ്ങനെ പഠിക്കണം, ഞാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് തീർക്കേണ്ടത്, സമയം കുറവാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ മാറിവാനീസിലാണ് എക്സാം എഴുതിയത്. അപ്പോൾ അവിടെ ഞാൻ ഉപ്പിട്ട് ദൈവമേ എനിക്കിനി എക്സാം എഴുതേണ്ടി വരരുതേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാശിരൂപം കൊണ്ടാണ് പോയത്. ഞാൻ ആ എക്സാമിനും നല്ല മാർക്കോടുകൂടി പാസ്സായി. ഇപ്പോൾ CAയുടെ എല്ലാ ഗ്രൂപ്പുകളും ക്ലിയർ ചെയ്തു. എവിടെ പോയാലും കാശിരൂപവും ഉപ്പും തേനും കൊണ്ടാണ് ഞാൻ പോകാറ്. എനിക്കതാണ് ഒരു ധൈര്യം. എനിക്ക് എപ്പം ഒരു ഭയം തോന്നിയാലും അമ്മയെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകാറ്. പിന്നീട് എനിക്ക് കിട്ടിയൊരു രോഗസൗഖ്യം, എനിക്ക് 2 വർഷത്തോളം ചെവിയിൽ തൊലി ഇളകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. കമ്മലിടാനൊന്നും പറ്റാറില്ല. സോറിയാസിൻ്റെ ചെറിയൊരു വകഭേദമാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ആദ്യത്തെ ഉടമ്പടിയിനുള്ളിൽ തന്നെ 3 മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടി. പിന്നെ ഇതുവരെ അങ്ങനെ ചെവിയിൽ തൊലി ഇളകുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിരുന്നു. 11:30 മണിക്കാണ് ടൈം സ്ലോട്ട് കിട്ടിയത്. വീട്ടിൽ നിന്ന് 1 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ 12 മണിയായി. പോകുന്ന വഴിയിലെല്ലാം സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാണ് പോയത്. കൃത്യസമയത്ത് അവിടെ എത്തുകയും ആദ്യം എൻ്റെ പേര് വിളിച്ചു. 7 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ടും കിട്ടി. അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഇതുപോലെ നിരവധി അനുഗ്രഹങ്ങൾ അമ്മ മാതാവും ഈശോയ്ക്കും ഞങ്ങൾക്ക് അമ്മ തന്നിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന കൃപാസന പത്രം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഓട്ടോ സ്റ്റാൻഡുകളും ആശുപത്രി പരിസരങ്ങളിലൊക്കെ കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറ് കെട്ടി RCCയിൽ കൊണ്ടു കൊടുക്കും. പിന്നെ വീട്ടിനടുത്തുള്ള സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഡയാലിസിസ് സെൻ്ററുണ്ട്. അവിടെ ഞങ്ങൾ പൈസയായിട്ടും പിന്നെ അരിയായിട്ടൊക്കെ സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആർക്കാണെങ്കിലും ഞങ്ങളോട് വന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം അമ്മ പറയും. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. എനിക്ക്
ഒട്ടും നിൽക്കാൻ പറ്റാത്ത ഒരു വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ 30 വർഷം കൊണ്ട് ഞാൻ ഇനി അനുഭവിക്കാനൊന്നുമില്ല. അതുപോലെ ഒരു അലർജി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നും തുമ്മൽ. ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് അമ്മയുടെ തൈലും ഉപ്പും പുരട്ടി എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും ഇതെല്ലാം മാറി. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, അലർജിയില്ല, എനിക്ക് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നമില്ല. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ദിനവൃത്താന്ത പുസ്തകം 1-ാമത്തെ പുസ്തകം 5-ാം അധ്യായം 20-ാം തിരുവചനം. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ആ സഹായത്താൽ അവർ ഹഗീര്യരുടെയും കൂട്ടാളികളുടെയും മേൽ വിജയം വരിച്ചു. ഉടമ്പടി ജീവിതം നമ്മുടെ ഒരു വിജയത്തിൻ്റെ ജീവിതമാണ്. ഈശോ നമ്മെ വളരെയധികം ഉയർത്തി വലുതാക്കി ഈശോയുടെ സ്നേഹത്തിലേക്ക് വളരെയധികം ആഴപ്പെടുത്തുന്ന അനുഭവമാണ് ഓരോ മക്കളും ഈ ജീവിത പദ്ധതിയിലേക്ക് കടന്നു വരുമ്പോൾ അവരനുഭവിക്കുന്നത്. ആരതിയും അമ്മ ഷീബാറാണിയും ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം പറയുന്നത് അവരുടെ വലിയ സൗഖ്യത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒരു വലിയ കാവ്യമായിട്ടാണ്. ആരതി 4-ാമത്തെ പുതുക്കലോടുകൂടിയാണ് അവർക്ക് ഒരു വലിയ വിജയം ആരതിക്കുണ്ടായതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. CA ഫൈനൽ എക്സാം പാസ്സാവാതിരുന്ന ഒരവസ്ഥയിൽ ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് കിട്ടിയ ഒരു കൃപാസനം പത്രത്തിലൂടെയാണ് അവർ കൃപാസന ജീവിത രീതിയിലേക്ക് പിടിച്ചു കയറിയത്. ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയായി. താൻ 2-ാമത്തെ മൊഡ്യൂൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അധികം പ്രിപ്പയർ ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ചുള്ള എല്ലാവിധ ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടായിരിക്കുമ്പോഴും ഉടമ്പടി നേർച്ച വസ്തുക്കളും കാശുരൂപവും പിടിച്ചുള്ള ഒരു അപാര ധൈര്യം ആരതിക്കുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, ഞാൻ പരിശുദ്ധ അമ്മയെ എപ്പോഴും എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വലിയ അനുഭവം എനിക്കുണ്ട്, അതിനാൽ തന്നെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ആരതി ഇവിടെ ഏറ്റുപറഞ്ഞു. പരീക്ഷയ്ക്ക് മുൻപ് ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിക്കുവാനുള്ളൊരു വലിയ ഭാഗ്യമുണ്ടായി. അതോടെ മകൾക്ക് വലിയ ധൈര്യമായി. പരീക്ഷയിൽ നല്ല ഉയർന്ന സ്കോറോടുകൂടി മകൾ CA ഫൈനൽ പാസ്സായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തപ്പോൾ 7 ദിവസത്തിനുള്ളിൽ തന്നെ മകൾക്ക് പാസ്പോർട്ട് കയ്യിൽ സ്വീകരിക്കാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ നമ്പറാണ് 7. പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ 7-ാം തീയതിയാണ്. 7, 6 എന്ന നമ്പറുകൾ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സൗഭാഗ്യത്തിൻ്റെ നമ്പറാണെന്ന് പലരും ഏറ്റുപറയാറുണ്ട്. നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. അമ്മയുടെ എല്ലാ നമ്പറും ഏത് ദിവസവും ഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങൾ തന്നെയാണ്. ആരതിക്ക് ആ 7 ദിവസത്തിനുള്ളിൽ തന്നെ പാസ്പോർട്ട് അപ്ലൈ ചെയ്തത് ഇഷ്യൂ ചെയ്ത് കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. കാരണം നമ്മുടെ എത്ര നീണ്ടുപോകുന്ന സമയങ്ങളായാലും സാധ്യതകളായാലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാം നമുക്ക് ഞൊടിയിടയിൽ വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് പ്രാപിച്ചു തരുന്ന വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അമ്മ ഷീബാറാണിയുടെ 30 വർഷത്തെ വേരിക്കോസ് വെയിനും അതുപോലെ തന്നെ തുമ്മലും ഉണ്ടായ അലർജിയും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ പ്രാർത്ഥനാ രീതി സ്വീകരിച്ചപ്പോൾ ഉടനെ തന്നെ അത് എവിടെ പോയി എന്നറിഞ്ഞുകൂടാ. ഇവരുടെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി, നിരന്തരം അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈശോയിൽ നിന്ന് ലഭിച്ച വലിയ സൗഖ്യമാണ് 30 വർഷത്തെ വേരിക്കോസ് വെയിനും അതുപോലെ തന്നെ തുമ്മലും. നമുക്കറിയാം, അതിരാവിലെ ഉണർന്ന് ഒരുപാട് മക്കളാണ് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയുമ്പോൾ പറയുന്നത്, രാവിലെ മുതൽ ഞാൻ തുമ്മിക്കൊണ്ടിരിക്കും, എനിക്ക് ചൊറിച്ചിലുണ്ടാകാറുണ്ട്. ഒരുപാട് അസ്വസ്ഥതകളെക്കുറിച്ച് മക്കൾ ഇവിടെ ഏറ്റു പറയാറുണ്ട്. സൗഖ്യം നൽകുന്ന ഈശോ നമ്മെ അവിടുത്തെ തിരുരക്തത്താലാണ് നമ്മെ എപ്പോഴും സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ തിരുരക്തത്താലാണ് നാം എല്ലാ സമയവും സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആരതിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. കയ്യടിയോടെ നമുക്ക് സാക്ഷി സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.